അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാജഹാൻ. 8 വർഷങ്ങൾക്ക് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. വാപ്പായും ഉമ്മയും ഉണ്ടായിരുന്നു. ആരുമില്ല, ഒറ്റയ്ക്കാണ്. അവര് മരിച്ചുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാടക വീട്ടിലായിരുന്നു. വാപ്പയുടെ മരണശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയെങ്കിലും ഒന്നാവണം. ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും 18 ആഴ്ച കൊണ്ട് അവരെന്നെ വീൽ ചെയറിലാക്കി എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതി ആക്കി തരാന്ന് പറഞ്ഞത്. 20 ലക്ഷത്തോളം രൂപ അവന് വേണം. എനിക്ക് എല്ലാരും കൂടെ എന്നെ ഒന്ന് സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഷാമ്പലംപൂരാണ്. ഞാനിപ്പോ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഷാജഹാന് 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. അതിനുശേഷം ഷാജഹാനെ എണീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കിടപ്പിലാണ് ഷാജഹാൻ കഴിഞ്ഞ 8 വർഷത്തോളമായി. ഇന്നൊരു ഷാജഹാനെ നോക്കാൻ ആരുമില്ല. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഷാജഹാന്റെ ഉപ്പ മരണപ്പെട്ടത്. ഇന്നൊരു ഹോം നേഴ്സാണ് ഷാജഹാനെ നോക്കുന്നത്. അവർക്ക് മാത്രം 20,000 രൂപ മാസം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ്. എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഷാജഹാനെ അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വീൽ ചെയറിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ 20 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ഈ ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഷാജു എന്നാണ് പേര്. 27 വയസ്സാണ് പ്രായം. 8 വർഷം മുമ്പ് ഷാജുവിന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ബൈക്ക് ആക്സിഡന്റ്. ആ ബൈക്ക് ആക്സിഡന്റിൽ ഷാജുവിന്റെ തലയുടെ പിറകിലുള്ള സ്പൈനൽ കോഡ് തകർന്നു കിടപ്പിലാണ്. പലവിധ ചികിത്സകൾ നടത്തി. ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ചികിത്സ നടക്കുന്നു. ഇനി തുടർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ തുടർ ചികിത്സ വേണ്ട. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഷാജു അനുഭവിക്കുകയാണ്. അപ്പോൾ തുടർ ചികിത്സ ആസ്റ്റർ മെഡിസിറ്റിയിലെ ചികിത്സയ്ക്ക് ഇനിയും ഒരു 20 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതിന് നല്ലവരായ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഷാജുവിന്റെ കൂട്ടുകാരാണ്. ആക്സിഡന്റ് ആയതിനു ശേഷം നമ്മൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവനെ കൂട്ടുകയും ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മളാണ്. ആരും ഇല്ലാത്ത അവസ്ഥയാണ്. വാപ്പായും ഇല്ല, ഉമ്മയില്ല. ഉമ്മ മരണപ്പെട്ട്, വാപ്പ 1 മാസം മുമ്പ് വാപ്പായും മരണപ്പെട്ട്. ഇപ്പൊ ഒറ്റപ്പെട്ട ജീവിതത്തിലാണ്. ആരും ഇല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവരും കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും അവനെ സഹായിക്കണം.